ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഐ ആം ശ്രീതു പ്രവീൺ. ദിസ് ഈസ് മഹൽസ പ്രവീൺ. ഇന്ന് ഞങ്ങൾ എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എക്സിബിഷന് പോയപ്പോൾ ഞാൻ മഹലും നല്ല റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് പോയിട്ട് വരാൻ പറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ എക്സിബിഷന് പോകാറുണ്ട്. ഇപ്പൊ കല്യാണത്തിന് മുന്നാണെങ്കിൽ പാരന്റ്സിന്റെ കൂടെ, കല്യാണത്തിന് ശേഷമാണെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടെ. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇപ്പൊ അവരുടെ കൂടെ പോകുമ്പോൾ എപ്പോഴും ഒരേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അല്ല മകലോ, ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോവാണെങ്കിലും ഹസ്ബൻഡിന്റെ കൂടെ പോവാണെങ്കിലും അവർക്ക് എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മളോട് വേഗം നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അതെടുക്കണ്ട, ഇതെടുക്കണ്ട, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എപ്പോഴും ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇത്തവണ ഞങ്ങൾ നല്ല റിലാക്സ് ചെയ്ത് ഞാനും എൻ്റെ മകലും തന്നെ പോയിട്ട് വരിക ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല സമാധാനമായിട്ട് കണ്ട് ഓരോ കാര്യങ്ങൾ കണ്ട് മേടിച്ച് അങ്ങനെ നല്ല റിലാക്സ് ചെയ്ത് പോകും. നല്ല മകലോ? യെസ്. അപ്പൊ ഞങ്ങള് കുറേ സാധനങ്ങൾ മേടിച്ചു, കുറേ സാധനങ്ങൾ കണ്ടു, നല്ല സമയം എടുത്തിട്ട്. അപ്പൊ ഞങ്ങളതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അല്ല മകലോ? അതെ, കുറെ കവറുണ്ട്. മകള് ഫസ്റ്റ് തന്നെ എടുത്തത് ഈ ക്യാപ്പാട്ടാ. അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ക്യാപ്പ് കണ്ട വഴിക്ക് എക്സിബിഷന് കയറി ചെല്ലുമ്പോൾ തന്നെ കുറെ ബെഡ്ഷീറ്റ്, തലയണ കവർ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ കിഡ്സിന്റെ സെക്ഷനാണ്. അപ്പൊ മകള് ഓടിപ്പോയിട്ട് തന്നെ ബെഡ്ഷീറ്റിന്റെ സൈഡൊന്നും നോക്കാനേ സമ്മതിച്ചില്ല. വാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മകള് ഓടിപ്പോയി എടുത്തത് ഈ ക്യാപ്പാണ്. മകളിന് ഈ ക്യാപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാർബിയുടെ ഒരു പിക്ചറൊക്കെയുള്ള ക്യാപ്പാണത്. ഭംഗിയുണ്ട് നോക്കാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? അടിപൊളി. മകളിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്നറിയോ? ഇത് നിങ്ങൾ വിചാരിക്കുക എന്താണ്? ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇത് ലിപ്സ്റ്റിക് അല്ല, ഇത് മിഠായിയാണ്, ജെല്ലി മിഠായി. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ച ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലിപ്സ്റ്റിക് പോലെ മിഠായി വരും, ജെല്ലി മിഠായി വരും. മകളുടെ ലിപ്സ്റ്റിക് ഇടട്ടെ. ഇങ്ങനെ ലിപ്സ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാം, ഇത് ജെല്ലി ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനൊന്ന് ഷോ കാണിക്കട്ടെ. രസമുണ്ടല്ലേ? ഇതിനെ പറ്റി രണ്ടു വാക്ക്. അടിപൊളിയാണ്. എന്റെ ഫേവറേറ്റ് കളറാണ്. മകളുടെ ഫേവറേറ്റ്സ് കളറുകൾ ഉണ്ട്. മകളിന് ഒരു കളർ എന്ന് പറയാൻ പറ്റില്ല. മകളുടെ കളേഴ്സ് ഫേവറേറ്റ് എപ്പോഴും മാറി വരും. കുറെ നാള് പിങ്ക് ആയിരുന്നു, ഇപ്പൊ മകളുടെ ഏതാ? ലാവൻഡർ കളർ ഇപ്പൊ പിടിച്ചേക്കണ ആള്. അത് പിന്നെ അടുത്തത് ഹൽവ. ഇത് ഞങ്ങളെ കൊണ്ട് ആ ചേട്ടന്മാര് പിടിപ്പിച്ചതാ. ഞങ്ങള് അടുത്തപ്പോ ഞങ്ങളുടെ ഇവിടെ മൈക്ക് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ചേച്ചി ഇത് എന്താ മൈക്കാണല്ലോ, നിങ്ങളെന്താ യൂട്യൂബ് ചാനൽ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അവര് ഭയങ്കര സംസാരം. എന്നിട്ട് പറഞ്ഞു എന്നിട്ട് മകള് പറഞ്ഞ ഞങ്ങളുടെ അവിടെ നിന്ന് ഹൽവ മേടിച്ചാൽ നിങ്ങളുടെ ചാനൽ ഭയങ്കരമായിട്ട് ഉയർന്നു പോവും, അല്ലെങ്കിൽ താഴ്ന്നു പോവും. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതായത് ഞങ്ങളുടെ ഹൽവ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി തരും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, എനിക്ക് ഹൽവ പൊതുവേ ഇഷ്ടമാണ്. ഇത് ബദാം ഹൽവ 100 രൂപയ്ക്ക് മേടിച്ചതാട്ടോ ഞങ്ങള്, അല്ലേ? പക്ഷെ ഞാൻ എന്റെ ചാനലിന്റെ പേര് നമുക്ക് പറഞ്ഞു കൊടുത്തില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ അങ്ങനെ വെറുതെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടിയിട്ട് കാര്യമില്ല. നമ്മളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് തനിയെ കൂടണം, എന്നാലും നമ്മളുടെ ചാനലിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ ചാനലിന്റെ പേരൊന്നും പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ ഞാൻ ഹൽവ മേടിച്ചിട്ട് പോന്നു. ഇത് മകളുടെ ഫേവറേറ്റ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. മകളു പലതും വീഡിയോസിൽ, അതായത് മകള് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ പേര് ഗ്രോയിങ് യൂണിക്കോൺ ആനിമൽസ് എന്നാണ്. ഇതിന്റെ പേര് ഗ്രോയിങ് യൂണിക്കോൺ ആനിമൽസ്. ഇതിൽ കുറെ ക്യാപ്സ്യൂൾ പോലത്തെ സംഭവങ്ങളുണ്ട്. ഇത് വെള്ളത്തിലിട്ടാ അത് വലുതായി എനിമൽ ആവുന്നതാണ്. എനിമൽ യൂണിക്കോൺ അല്ലേ? യൂണിക്കോൺ ആവും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. നമുക്കിതില് ഇപ്പൊ ഇട്ട് വെക്കാം, എന്നിട്ട് വീഡിയോന്റെ ലാസ്റ്റ് നോക്കാം. കാരണം കുറച്ച് സമയം എടുക്കുന്നുണ്ട് വരും എന്തായാലും. എടുത്തിട്ടുണ്ട് 2 യൂണിക്കോൺ ക്യാപ്സ്യൂള്. ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം. ഇനി മറ്റേ എനിമൽസിന് കൊടുക്കണ പോലെ ഫുഡ് ആവാന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പിന്നെ മകളാണ് പറഞ്ഞത് അങ്ങനെ നല്ല ഇങ്ങനെയാണ്. നമുക്ക് 2 ക്യാപ്സ്യൂള് ഇതിലേക്ക് കയ്യിലേക്ക് ഇടണ്ടടാ. ഇത് പിടിച്ചിട്ട് അങ്ങനെ ഇട്ടാ, കയ്യിലാക്കണ്ട. അങ്ങനെ ഞങ്ങളിത് ഇട്ടിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നോക്കാം ഇതെന്താവും അവസ്ഥ. സമയം എടുക്കൂടാ. ഇത് എനിക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനം കേട്ടാ. ഇത് ചോപ്പർ. എന്റെ കയ്യിൽ ചോപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പൊ കുറെ നാളെ മേടിക്കണം എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ എക്സിബിഷന് 250 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇതിങ്ങനെ എത്ര ബ്ലേഡ്? 1 2 3 4 6 ബ്ലേഡിന്റെ ആണ്. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കച്ചാന്ന് ഇരിഞ്ഞു കിട്ടുന്നതാണ് അവര് പറയണത്, അല്ലേ? നശിപ്പിക്കല്ലേ. ഇത് 250 രൂപ ബാർഗെയിൻ ചെയ്ത് 200 രൂപയ്ക്ക് ഞാൻ മേടിച്ചു. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനം കേട്ടോ. അടുത്തത് ഞങ്ങള് ജെല്ലി മിഠായി കഴിച്ചു നോക്കാം. നമുക്കറിയാലോ ഇവിടുത്തെ ടേസ്റ്റും അവിടുത്തെ ടേസ്റ്റ് എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിന്ന് മാത്രമേ മേടിച്ച് കഴിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം ഏത് കളറാ മകൽ എടുക്കേണ്ട. ഏത് ഫ്ലേവർ? കിവി ഫ്ലേവർ എങ്ങനെയുണ്ട്? കിട്ടില്ല, നമുക്ക് നോക്കാം. നല്ല ജെല്ലിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനുള്ളില് ആ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടാ, ജെല്ലി ഫ്രൂട്ട്. കടിക്കും.
അടിപൊളിയാണ് ഗൈസ്. ഉം. ഇതിലത്തെ കിവിയുടെ പുളിപ്പുണ്ടല്ലേ എന്നാ നല്ല രസമുണ്ട്. അടിപൊളി. അല്ല മേ ഇത് ഞാൻ എനിക്ക് മേടിച്ചതാട്ടെ. എനിക്കെന്നല്ല, മകള് ഞാൻ പൊട്ട് മേടിക്കാൻ നിൽക്കുമ്പോ വാ വാ എന്ന് പറഞ്ഞ് എന്നെ വലിച്ചോണ്ട് പോകാറുണ്ട്. ഇത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാ. എനിക്കും മകന് മാറി മാറി കുത്താം. ഇത് ഒരെണ്ണത്തിന് 20 രൂപ. സ്പെഷ്യൽ തിങ് ഗൈസ്. ഇത് മകളുവിന്റെ ഫേവറേറ്റ്. ഇത് നമ്മുടെ ബബിൾ ഗൺ ആണ്. ഞാൻ കൊറേ നാളെ മേടിച്ചിട്ട്. ഗൈസ് നമുക്കൊന്ന് മുക്കി നോക്കാം. ഏയ് അങ്ങനെയൊക്കെ അത് മതി, ഞെക്കിത് മതി. ഗൈസ് നമുക്കിപ്പോ ഒന്ന് വിട്ടാക്കാം. നല്ല രസമുണ്ടല്ലോ. ഞാനൊന്ന് വിടട്ടെ. ഗൈസ് നോർമലിലൊക്കെ കൊറേ ബബിളിയിൽ വരുന്നുണ്ട് അല്ലേ മേ? രസമുണ്ട് കാണാനായിട്ട്. രസമുണ്ട്, സൂപ്പർ, കാണാൻ അടിപൊളി. എന്റെ ഫേവറേറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാട്ടാ. എനിക്കിത് കണ്ടപ്പോ എന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എനിക്ക് ഓൾറെഡി ഇതിനോട് ഭയങ്കര ഒരു ക്രേസ് ആണ്. ഇത് 4D പിക്കാണ്. ഇങ്ങനെയുണ്ട് ബുദ്ധ, നല്ല ഭംഗിയില് കാണാനായിട്ട്. ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. എന്തോ ഒരു പ്രത്യേക ഭംഗിയില് കാണാനായിട്ട് ഇത് ഇല്ലേ. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എടാ ഇതെന്തിനാ? ഇത് ഞങ്ങൾക്ക് EP മാഗിയും കഴിക്കാൻ നല്ല ഗോൾഡൻ സ്പൂൺ അല്ലെ, ഒരു വെറൈറ്റി ഗോൾഡൻ സ്പൂൺ. ഗൈസ് എന്റെ ഫേവറേറ്റ് ഒരു മാജിക് ഇറേസർ ബോക്സ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാജിക് ഇറേസർ ബോക്സ്. അതായത് നമ്മൾ ഇപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതില് ഇറേസർ കാണില്ല. അതാണ് ഇതിന്റെ മാജിക്. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് ഇവിടെ പ്രസ് ചെയ്യണം അല്ലേ? അല്ല, ഇതൊന്ന് ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഇറേസർ കാണാം. ഇതാണ് മാജിക്. വാ, കുട്ടികളെ പറ്റിക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ ഇട്ടാ. ഭയങ്കര അബദ്ധം പറ്റി. ഇത് ഞാൻ 30 രൂപയ്ക്കല്ലേ മേടിച്ചേ. 30 രൂപയ്ക്ക് മേടിച്ച് കുറച്ചും കൂടി നീങ്ങിയപ്പോ വേറെ കടയിൽ 20 രൂപയ്ക്ക്. പിന്നെ കുഴപ്പമില്ല, പോട്ടെ, മേടിച്ചു കഴിഞ്ഞല്ലോ നമ്മൾ. 20 രൂപയ്ക്ക് മേടിച്ചത്. പക്ഷെ വ്യത്യാസം കേട്ടാ, ഇതിലാണെങ്കിൽ 2 കള്ളിയുണ്ട്, ഇതിൽ 1 കള്ളിയുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, കാണാൻ നീറ്റായിട്ടുള്ളത് ഇതാ. മാറി മാറി ഉപയോഗിക്കാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. ഓക്കെ. പിന്നെ മേടിച്ചത് സ്പൂൺസ് മേടിച്ചു. ഒരു നോക്കാം. 4 സ്പൂൺ 50 രൂപയ്ക്ക്. 4 സ്പൂൺ 50 രൂപയ്ക്ക്. കുഴപ്പമില്ല, നല്ലതാ. ഒരു ചെറിയ കയ്യിലായിട്ട് ഉപയോഗിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടത്. മകളുടെ ഒക്കെ ഫേവറേറ്റ്. ഇത് ഗൈസ് മറ്റേ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ട്രേ ആണ്. ഇതിന്റെ മുകളിൽ വെക്കുന്നത്. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള മുകളിൽ വെക്കുന്നത് നോക്കി മേടിച്ചതാണ് അല്ലേ മേ? ഞാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് നോക്കി മേടിച്ചതാണ്. ഇത് ഐസ്ക്രീം സ്റ്റിക്സ്. മിക്കി മൗസിന്റെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് ഞാൻ നല്ല ക്യൂട്ട് ആയ കാരണമാണ് ഇത് മേടിച്ചത്. ഇതിന്റെ ചെറിയതുണ്ടായിരുന്നു, പക്ഷെ ക്യൂട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ സെലക്ട് ചെയ്തതാണ്. ഇനി ഞങ്ങൾ ഇതിൽ നാളെ ഐസ്ക്രീം ഉണ്ടാക്കി ഞങ്ങളൊരു ഷോ ഉണ്ടാവും, പട്ടി ഷോ. അതെ, ആ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ പോയി കാണാൻ പറ്റും. പിന്നെ അടുത്തത് പെൻ. ഇത് എന്തിനാ മേടിക്കണത് എനിക്കറിയില്ല. ഇങ്ങനത്തെ തന്നെ 3-4 കയ്യിൽ. അത് ഗൈസ്, ഞാൻ ഇങ്ങനത്തെ കളർ പേന മേടിക്കുമ്പോ 4, 2, 3 കളേഴ്സ് മാറ്റാണ്ടാവണോ? പക്ഷെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഇതാണ് നിറച്ച് കളേഴ്സ് ഉണ്ട്, നല്ല ക്യൂട്ടുമാണ്. സിന്ദൂരം കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി മേടിച്ചതാ. ഞാൻ അങ്ങനെ സ്ഥിരം സിന്ദൂരം ഉപയോഗിക്കണ ഒരാളല്ല. കണ്ടപ്പോ ഇഷ്ടം തോന്നി മേടിച്ചു. 50 രൂപ. കുത്തി നിറച്ചവര് കൊറേ ഇട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ യൂണിക്കോൺ ക്യാപ്സൂള് പറ്റിച്ചു തോന്നുന്നുണ്ട്. ഇത് ഒന്നും ആയിട്ടില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇതവര് പറ്റിച്ചു ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നാളെ നോക്കട്ടെ. ഞങ്ങള് ചിലപ്പോ 24 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എനക്കണമൊന്നുമില്ല. ഇത് നമുക്ക് നോക്കാം. ഹാപ്പി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.